നിരവധി ആളുകൾ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ ബന്ധപ്പെട്ടിട്ട് അൽഹംദുലില്ലാ ഈ ദിക്ർ ചൊല്ലിയിട്ട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള, അവരാഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായ നല്ല ജോലി ലഭിച്ച ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മാലിക്കുൽ മുൽക്ക്. അത് ചെല്ലേണ്ട രൂപത്തിൽ ചെല്ലിയാൽ അതിന് വലിയ ഫലമുണ്ട്, വലിയ മഹത്വമുണ്ട്. കൃത്യമായി നാം നിസ്കാരം നിലനിർത്തുക. അള്ളാഹുവാണ് നമുക്കെല്ലാം തരുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും തരുന്നത് പടച്ച തമ്പുരാനാണ്. ആ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിവിലക്കുകൾ പാലിക്കുകയും അതിലേറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും നിസ്കാരത്തിന് ശേഷം സുന്നത്തുകളൊക്കെ കൃത്യമായി നിസ്കരിക്കുകയും അതിനുശേഷം ചെല്ലാൻ പഠിപ്പിച്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലാൻ പഠിപ്പിച്ച ദിക്റുകളൊക്കെ ചൊല്ലി ഇമാമിനോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇമാമിനോടൊപ്പം തന്നെ ദുആ ചെയ്യണം. പലരും ദുആ ചെയ്യുന്ന സമയത്ത് ഇമാം ദുആ ചെയ്യുമ്പം അവൻ ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. ഇമാമിന് ഇൻ്റെ ദുആയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ നിസ്കാര ശേഷം പള്ളിയിൽ ഉസ്താദ് ഒരുമിച്ച് ദുആ ചെയ്യുമ്പോൾ ഒന്ന് ആ ഇമാമ് ഉസ്താദന്മാര്, ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു, കാഞ്ഞിരപ്പള്ളിയിലൊരു ഉസ്താദ് വർഷങ്ങളായി അത് കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു ഉസ്താദാണ്. കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും, അവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അവർ സ്വന്തമായിട്ടല്ലല്ലോ ദുആ ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആ കിബറൊക്കെ ഒന്ന്, നമ്മുടെ ഒരു അഹങ്കാരമൊക്കെ മാറ്റി വെച്ച്, നമ്മൾ ഇത്രയും ചിലപ്പോൾ നല്ല വസ്ത്രമൊന്നും അയാൾ ധരിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ ഇത്ര നല്ല സാമ്പത്തിക സ്ഥിതിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല, അതൊന്നും റബ്ബിനതൊന്നും പ്രശ്നമില്ലല്ലോ. നമ്മൾ കൃത്യമായിട്ട് ഒരു ഇമാമിനോടൊപ്പം നിസ്കരിക്കുമ്പോൾ ആ ഇമാമിൻ്റെ കൂടെ എല്ലാ നിസ്കാരമൊക്കെ നിർവഹിച്ച് നമ്മുടെ നാടുകളിലൊക്കെ അൽഹംദുലില്ലാ നല്ല റാഹത്തോടു കൂടി നിസ്കാര ശേഷം ദുആ നടക്കാറുണ്ട്. ആ ദുആ ഇമാമിനോടൊപ്പം തന്നെ പങ്കുചേർന്ന് നന്നായി ദുആ ചെയ്ത് എന്നിട്ട് നമ്മൾ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മാലിക്കുൽ മുൽക്ക് എന്ന ദിക്ർ അത് പതിവാക്കുകയാണെങ്കിൽ, രാവിലെയും വൈകിട്ടൊക്കെ ചെല്ലുകയാണെങ്കിൽ, എല്ലാ നിസ്കാര ശേഷം പതിവാക്കുകയാണെങ്കിൽ ഹൈറായ ഏറ്റവും മനോഹരമുള്ള, സന്തോഷമുള്ള, മനസ്സിനിണങ്ങിയ നല്ല ജോലി കിട്ടാൻ കാരണമാണ്. എത്രയോ ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന നിരവധി ആളുകൾ നമ്മളെ സമീപിക്കുമ്പോൾ, ഇവിടെ വരുമ്പോൾ ദുആ ചെയ്യിപ്പിക്കുമ്പോൾ, നമ്മുടെ സ്ഥാപനത്തിലേക്ക് എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന മഹത്തായ ബദരിയത്തിൻ്റെ മജ്‌ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി കമൻറ്റ് ബോക്സിലൂടെയും മെസ്സേജിലൂടെയൊക്കെ ജോലിക്ക് വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മാലിക്കുൽ മുൽക്ക്. വലിയ മഹത്വമുള്ള ദിക്റാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ വലിയ ബറക്കത്തും വലിയ പുരോഗതിയും ഉണ്ടാവും. 44,944 പ്രാവശ്യം ആ ദിക്ർ പതിവാക്കുകയാണെങ്കിൽ, ചെല്ലുകയാണെങ്കിൽ അത് നമ്മുടെ വലിയ ഹൈറായ ബറക്കത്തുള്ള ജോലി കിട്ടാൻ കാരണമാവും. ജോലി കിട്ടണമെന്ന നല്ല റാഹത്തുള്ള നല്ല നീയത്തോടു കൂടി വിധിവിലക്കുകളൊക്കെ പാലിച്ച് നിസ്കാരമൊക്കെ നിർവഹിച്ച് കൃത്യമായി അള്ളാഹിനോട് ചോദിക്കാം. അള്ളാഹു ഹൈറായ ജോലി നമുക്ക് തരും. ഒരു പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലാകുന്നില്ലെങ്കിൽ 1-2 പ്രാവശ്യം അത് മടക്കി ഈ രൂപത്തിൽ നിർവഹിക്കുക. അള്ളാഹു തആല ഹൈറായ ബറക്കത്തുള്ള ജോലി ഒന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, എത്രയോ ആളുകൾ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നു. വളരെ കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ചിട്ട് അവർക്ക് നല്ല ജോലിയാവുന്നില്ല. വളരെ പ്രയാസം സഹിച്ച് ബുദ്ധിമുട്ടി ഉള്ള സ്വർണ്ണമൊക്കെ വിറ്റിട്ടും അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെ സ്വർണ്ണമൊക്കെ വാങ്ങി വിദേശത്തേക്ക് പോയിട്ട് വർഷങ്ങളായിട്ടും ശരിക്കും നല്ലൊരു ജോലി ലഭിക്കാതെ പ്രയാസപ്പെടുന്ന എത്രയോ പ്രവാസികൾ ഉൾപ്പെടെ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് ഹൈറായ ഏറ്റവും സന്തോഷമുള്ള, മനസ്സിനിണങ്ങിയ നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ്. ബറക്കത്ത് ചെയ്യണേ അള്ളാഹ്. പിന്നെ ജോലിയുണ്ട്, പക്ഷേ വരുമാനത്തിൽ ബറക്കത്ത് ലഭിക്കുന്നില്ല എന്ന് വിഷമം പറയുന്നവരുണ്ട്. അള്ളാഹുവെ, അവരുടെ ജോലിയിലും കുടുംബത്തിലും വരുമാന മാർഗത്തിലും നല്ല ബറക്കത്ത് കൊടുക്കണേ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് ബറക്കത്ത് ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ പറയാം. അള്ളാഹു നമ്മുടെ സദസ്സുകളും പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. കഴിയുന്നവരൊക്കെ ഈ ദിക്ർ ചൊല്ലുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഇർഷാദിയിൽ നടക്കുന്ന ബദരിയത്തിൻ്റെ മജ്‌ലിസ് ഉണ്ട്, ഇസ്മാഉൽ ഹുസ്നയുടെ സദസ്സുണ്ട്. അത് കഴിയുന്ന രൂപത്തിലൊക്കെ ഒന്ന് പങ്കെടുത്ത് ആ സദസ്സിലൊക്കെ ഒന്ന് ആമീൻ പറയാൻ, ഓൺലൈനിലൂടെ കാണാനും കേൾക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗപ്പെടുത്തി ഇൻഷാ അള്ളാഹ് അതിലൊക്കെ പങ്കാളിയാവണം. അള്ളാഹു നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ. വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. നല്ല ജോലി കിട്ടുന്ന സമയത്ത് നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാൻ കഴിയുന്നവരൊക്കെ അത് ചെയ്യണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് തരുമാറാവട്ടെ. ഹൈറായ ജോലി ബറക്കത്തോടെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.